ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മെയിൻ റീസൺ എപ്പോഴും ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് തോന്നി. അതാണ് ഈ വീഡിയോയുടെ ഒരു ബേസ്. അതായത് നിങ്ങളുടെ ഡയറ്റ്, നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലും ട്രേഡിങ്ങും തമ്മിലുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നുള്ള രീതി എൻഫോഴ്സ് ചെയ്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ട്രേഡർ ആയതുകൊണ്ടാണ്, അല്ലെ ഞാൻ ഈ ഒരു ചാനൽ വഴി എൻഫോഴ്സ് ചെയ്യുന്ന സാധനം ട്രേഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നത്. നിങ്ങളിനി ഏത് ഫീൽഡിലാണെങ്കിൽ പോലും ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഡയറ്റ്, ഒരു നല്ലൊരു പ്രോപ്പർ ഡയറ്റ് എങ്ങനെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത് എന്നുള്ളൊരു സംഭവത്തിൽ എന്താണ് ഇപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ചുമ്മാ പറയുന്ന പോലെയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ട്രേഡിങ്ങിനെ എൻഫോഴ്സ് ചെയ്തിട്ടായിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഒരു പ്രോപ്പർ ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെഷ്യലി ആദ്യമേ തന്നെ പറയട്ടെ, ആൾക്കാർക്ക് ഒട്ടും നോളജ് ഇല്ലാത്ത രണ്ട് ഫീൽഡാണ്. ഒന്ന് ഫിറ്റ്നസ്, രണ്ടാമത്തത് ഫൈനാൻസ്. ഈ രണ്ട് സംഭവത്തിനെ പറ്റി ആൾക്കാർക്ക് വലിയ നോളജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്കാം ചെയ്യാൻ പറ്റുന്ന രണ്ട് പരിപാടി ഇതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രേഡിങ്ങിൻ്റെ കാര്യവും ഫൈനാൻസിൻ്റെ കാര്യവും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഓരോ ന്യൂസും കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നതാണ്. ഞാൻ ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറയാം. ഞാൻ ബിഗിനിങ് സമയത്തൊക്കെ ജിമ്മിൽ പോയ സമയത്ത് എനിക്കിതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല. ഞാനിപ്പോൾ ഒരു 5 years അബവ് ആയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യമത്തെ സമയമൊന്നും എനിക്കിതിനെപ്പറ്റി വലിയ സയൻറ്റിഫിക് നോളജോ ഒന്നുമില്ല. ഒരു തുടക്കത്തിൽ ഒരു ജസ്റ്റ് ജിമ്മിൽ പോകണം, നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ള രീതി പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്തായാലും എൻ്റെ അടുത്ത് പ്രോട്ടീൻ പൗഡർ സെല്ല് ചെയ്യാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ജിമ്മിലെ തന്നെ ആൾക്കാരാണെങ്കിലും പേഴ്സണലി എന്താണ് ഒരു ന്യൂട്രീഷൻ, ഒരു പച്ചയ്ക്ക് പറയാനാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫൺ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഒരു ഗ്രാം പ്രോട്ടീനകത്ത് എത്ര കാലറി ഉണ്ടെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ട്രെയിനേഴ്സായിട്ട് നമ്മുടെ കേരളത്തിലുള്ള പല ജിമ്മുകളിൽ നിൽക്കുന്നത്. നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ പറയുവാണ്. മെയിൻലി അവർ കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്തു എന്നുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ട്രെയിനറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഡയറ്റ്, എന്താണ് ഒരു പ്രോപ്പർ ബോഡി, ഒരാളുടെ മെയിൻ്റെനൻസ് കാലറി എടുക്കേണ്ട എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ട്രെയിനേഴ്സായിട്ട് നിൽക്കുന്നവരെ എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് നോളജാണ്. നിങ്ങൾക്കൊരു കാര്യത്തോടെ ഒരു പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിലും ഫിറ്റ്നസ് ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫിറ്റ്നസ് നോളജ്, അല്ലെങ്കിൽ ഒരു എന്താണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള നോളജ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ബേസിക് ഡയറ്റ് എന്താണ്? മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ചോറ്, അതുപോലുള്ള അരി ആഹാരങ്ങളായിരിക്കും. മെയിൻലി അത് കണ്ടെയ്ൻ കാർബാണ്. ഇതിനകത്ത് നിറച്ചും കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻലി ഉള്ളത്. ഒരു കാര്യം ഡിസ്ക്ലൈമറായിട്ട് പറയട്ടെ, ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റോ ഒന്നുമല്ല. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിലും ഞാൻ എൻ്റെ ബോഡിയിൽ കൊണ്ടുവന്ന ചേഞ്ചും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളുമൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ അപ്ഡേറ്റ് എടുക്കുക. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ട്രേഡിങ്ങിനേക്കാളും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫിറ്റ്നസ് ഫീൽഡിൽ. അപ്പം എനിക്ക് അത്രത്തോളം ആ ഒരു നോളജ് എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാനിത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഒരാൾക്ക് നമുക്കൊരു ദിവസം വേണ്ട കാലറി ഉണ്ട്. അതായത് നമ്മുടെ ബോഡി കാലറി എന്ന് പറഞ്ഞൊന്ന് ഞാൻ വലിയ ടെക്നിക്കൽ വേർഡ് പറഞ്ഞൊന്നും നിങ്ങളെ ഞാൻ ഇതാക്കുന്നില്ല. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു സാധനത്തിന് ചലിക്കണമെങ്കിൽ അതിന് എനർജി വേണം. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളിനി ചലിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, നിങ്ങളെ ജീവനോട് ഇരുത്താൻ തന്നെ നിങ്ങളുടെ ബോഡിയിലൊരു സേർട്ടൻ എനർജി കാലറി വേണം. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാനായാലും, നിങ്ങളുടെ ലെൻസ് ഫങ്ഷൻ ചെയ്യാനാണെങ്കിലും, നിങ്ങളുടെ കണ്ണ് നിങ്ങൾ തുറന്നടയ്ക്കുന്നതും, ഇതെല്ലാം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി കൺസ്യൂം ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും, BMR എന്ന് പറയും. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ മെയിനായിട്ട് ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ, അയാൾ ഒരു ദിവസം കഴിക്കേണ്ട കാലറി ഉണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. പെട്രോൾ വണ്ടിക്കകത്ത് നിങ്ങൾ ഡീസൽ ഒഴിച്ചിട്ട് ഈ വണ്ടി എന്താ നല്ല പോലെ ഓടാത്ത, അല്ലെങ്കിൽ ഈ വണ്ടിക്ക് എന്താ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന ഫ്യൂവൽ എന്താണോ അതാണ് നിങ്ങൾക്ക് ഔട്ട്കം ആയിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഫ്യൂവലിനെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മോണിറ്റൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്കം അതുപോലെ തന്നെ കിട്ടും. അത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഒരിക്കലും ഒരു ബോഡി ബിൽഡിംഗ് ലെവലോ പവർ ലിഫ്റ്റിംഗ് ലെവലോ അല്ലെങ്കിൽ നിങ്ങൾ ആ ലെവലൊന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് എങ്ങനെയായിരിക്കണം ഒരു പ്രോപ്പർ ഡയറ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കണം ഒരാൾ കൺസ്യൂം ചെയ്യേണ്ട ഒരു ദിവസം,
അതെങ്ങനെ നമ്മളെ ട്രേഡിങ്ങിൽ എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇൻക്ലൂഷൻ. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു മലയാളികളുടെ ഡയറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് കാണാൻ പറ്റുക. കാർബ് എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് ഓരോ മൈക്രോ ന്യൂട്രിയൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറുണ്ട്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെയിൻ സോഴ്സ് ഓഫ് എനർജിയാണ്. നമുക്കൊരു ദിവസത്തെ ഫുഡിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു മെയിൻ സോഴ്സ് ഓഫ് എനർജി കാർബോഹൈഡ്രേറ്റിൽ നിന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്ന വഴി, ചപ്പാത്തി കഴിക്കുന്ന വഴി, ബിക്കോസ് നമ്മൾ മലയാളികളാണ്, അതുകൊണ്ട് മലയാളികൾ കഴിക്കുന്ന ഫുഡിനെ പറ്റിയാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം മലയാളികളാണ്, ബിക്കോസ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് മലയാളത്തിലാണ്, അതുകൊണ്ട്. ഓക്കെ, അപ്പം ഒരു മലയാളി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ ചോറ്, ദോശ, പുട്ട്, കടല, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്തെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പം ഞാൻ കാർബിനെ പറ്റി അധികം പറയുന്നില്ല. യു ആർ കൺസ്യൂമിങ് ഇനഫ് കാർബോഹൈഡ്രേറ്റ്. നിങ്ങൾ മെയിനായിട്ട് കൺസ്യൂം ചെയ്യേണ്ടത് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. അതേപോലെ തന്നെ മൾട്ടി വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടാബ്ലറ്റ്സിൻ്റെ ഫോമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിഷ്യൻ്റ് ഏതാണോ ആ ഒരു മൾട്ടി വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ഏതാണോ ആ രീതിയിൽ നിങ്ങൾ കൺസ്യൂം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ അധികം അങ്ങോട്ട് അങ്ങനെ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തെ പറ്റി പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 50 കിലോ ഉള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ 50 കിലോ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലറി ഒരു ദിവസം കഴിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് TD കാൽക്കുലേറ്റർ എന്ന് പറയുന്നിട്ടൊരു കാൽക്കുലേറ്റർ ഉണ്ട്. ഗൂഗിളിൽ ജസ്റ്റ് TD കാൽക്കുലേറ്റർ, അതിൽ പോയിട്ട് നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ആക്ടിവിറ്റി ലെവൽ, നിങ്ങൾക്കൊരു മെയിൻ്റെനൻസ് കാലറി കിട്ടും. ആ മെയിൻ്റെനൻസ് കാലറി ഇപ്പം 2000 കാലറി എന്ന് വിചാരിക്കുക. അതാണ് നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി. എന്താണ് മെയിൻ്റെനൻസ് കാലറി ഞാൻ പറഞ്ഞില്ല. അതായത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ, ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ബോഡി ഫംഗ്ഷൻ എല്ലാം വെച്ചിട്ട് നിങ്ങളെ സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു സെയിം ബോഡി വെയിറ്റിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ബോഡിക്ക് വേണ്ട എനർജി കാലറിയാണ് ആ പറയുന്ന മെയിൻ്റെനൻസ് കാലറി. ആ മെയിൻ്റെനൻസ് കാലറിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി മെയിൻ്റെനൻസ് ഫേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അനബോളിക്കും അല്ല, കാറ്റബോളിക്കും അല്ല. ആ ഒരു വേർഡ് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ അതോടെ ജസ്റ്റ് പറയാം. അനബോളിക് എന്ന് പറഞ്ഞാൽ സംതിങ് ഗെയിനിങ്, കാറ്റബോളിക് എന്ന് പറഞ്ഞാൽ സംതിങ് ലൂസിങ്. ഇപ്പം നിങ്ങൾ മസിൽ ഗെയിനിങ് ആണെങ്കിലും ഫാറ്റ് ഗെയിനിങ് ആണെങ്കിൽ, ഫാറ്റ് നിങ്ങൾ ബോഡിയിലേക്ക് വെക്കുകയാണെങ്കിലും സംതിങ് ഗെയിനിങ് എന്നുള്ളതിനാണ് നമ്മൾ അനബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. കാറ്റബോളിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംതിങ് ലൂസിങ് ഫ്രം അവർ ബോഡി. ഇറ്റ് കുഡ് ബി മസിൽ ഓർ ഫാറ്റ് ഓർ എനി വാട്ടർ വെയിറ്റ് ഓർ എനിത്തിങ്. ഓക്കെ, അപ്പം ഈ രണ്ട് സ്റ്റേജിലും അല്ലാതെ, ഇത് രണ്ടും നടക്കും നമ്മുടെ ബോഡിയിൽ, ഫാറ്റ് ലോസും വരും ഇതും. പക്ഷേ മെയിൻറ്റെയിൻസ് രീതിയിൽ, അതാണ് മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത്, മെയിൻറ്റെയിൻ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ മെയിൻ്റെനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിങ്ങളൊരു ഓവർ വെയിറ്റ്, ഒബീസ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് നിങ്ങൾക്ക് തന്നെ തോന്നണം. ഇവിടെ ഒരിക്കലും ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഇത് നിങ്ങളുടെ തോട്ടാണ്. ഇഫ് യു ആർ തിങ്കിങ് യുവർ ബോഡി ഈസ് നോട്ട് ഗുഡ് ആൻഡ് നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അല്ലാതെ ഇവിടെ ബീയിങ് ഒബിയസ് ആയിട്ടിരിക്കുന്നതോ ലീനായിട്ടിരിക്കുന്നതോ ഒന്നും ബാഡല്ല, അൺടിൽ നിങ്ങൾക്ക് തോന്നുന്നത് വരെ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണ് ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ പ്രോപ്പറായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഞാൻ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, എൻ്റെ മെയിൻ്റെനൻസ് കാലറി എത്രയാണ്. ഈ മെയിൻ്റെനൻസ് കാലറി എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ് ലെവൽ. ഈ ഒരു ബേസ് ലെവലിൽ നിന്ന് നിങ്ങൾ എത്ര കാലറി കൂടുതൽ കഴിക്കുന്നു അത്രയും നിങ്ങൾ എക്സസ് ആയിട്ട് കഴിക്കുന്ന ഫുഡാണ്. അപ്പം നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റായിട്ട് സ്റ്റോറേജ് ചെയ്യും. നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ കൂടുന്നതിനനുസരിച്ച് ഇത് കറക്റ്റ് ലെവലിൽ മുമ്പോട്ട് പോകും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ബോഡി കാറ്റബോളിക് സ്റ്റേജിലേക്ക് വരുന്നത്. മെയിൻ്റെനൻസ് കാലറിയിൽ നിന്ന്, മെയിൻ്റെനൻസ് കാലറി ഇപ്പോൾ 2000 കാലറിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, പക്ഷേ നിങ്ങളൊരു ദിവസം ഒരു 2500 കഴിക്കുന്നുണ്ടെങ്കിൽ ഈ 500 കാലറി എക്സ്ട്രായാണ് നിങ്ങളുടെ ബോഡിക്ക്. അപ്പം എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു എക്സ്ട്രാ വരുന്ന കാലറി നിങ്ങൾക്ക് മസിൽ ബിൽഡിന് വേണ്ടിയിട്ട് നല്ലൊരു അധികം ഫാറ്റ് ഡെപ്പോസിഷൻ ഇല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വെയിറ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ ജിമ്മിൽ പോയി തന്നെ വർക്കൗട്ട് ചെയ്യണമെന്നില്ല. എന്നോട് ഇപ്പോൾ ചില ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഞങ്ങൾ ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ അതിനകത്ത് ഞങ്ങൾ ഡീപ്പായിട്ട് സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് ചോദിച്ചാണ്, ബ്രോ എനിക്ക് ജിമ്മിൽ പോകാതെ ഒരു ഫിസിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ? ജിമ്മിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അറിയത്തില്ല നിങ്ങൾ എടുക്കുന്ന റെസിസ്റ്റൻസ്. ഇപ്പം നിങ്ങൾ പുഷപ്പ് ചെയ്യുവാണെങ്കിൽ ബോഡിക്ക് ഒരിക്കലും അറിയത്തില്ല അത് പുഷപ്പിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് പുഷപ്പാണ് ചെയ്യുന്നത് അങ്ങനെയാണ് എൻ്റെ മസിൽസ് ആക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ ഇവൻ ഡംബൽ പ്രസ് ചെയ്യുവാണ് അങ്ങനെയാണ് എൻ്റെ മസിൽ ആക്റ്റീവ് ആകുന്നത്. മസിൽസിന് അറിയത്തില്ല. മസിൽസിന് ആകെ അറിയാവുന്നത് ടെൻഷനാണ്. മസിൽസിലേക്ക് വരുന്ന ടെൻഷൻ മാത്രമാണ് മസിൽസിന് അറിയാവുന്നത്, മസിൽ മെമ്മറി എന്നുള്ളൊരു സംഭവം. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി വെയിറ്റും നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന വെയിറ്റ് എല്ലാം ഈസി ആയിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി അതിലേക്ക് അഡാപ്റ്റ് ആകും.
പിന്നെ നിങ്ങൾക്ക് മസിൽ ടയർ ഉണ്ടാവണമെങ്കിലും മസിൽ റിപ്പയർ ഉണ്ടാവണമെങ്കിലും നിങ്ങൾക്ക് ഫർദർ ലോഡ് മസിൽസിലേക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ജിം എന്നുള്ളൊരു സംഭവത്തിലേക്കുള്ള ഒരു വ്യൂ വരുന്നത് തന്നെ. ഓക്കെ, ഞാൻ ജസ്റ്റിന് കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഡയറ്റിലേക്ക് ഞാൻ പിന്നെ അഗൈൻ തിരിച്ചു വരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സോറി ഫോർ ദാറ്റ്. അപ്പം ഒരു ദിവസം കഴിക്കേണ്ട കാലറിയാണ് നമ്മൾ മെയിൻ്റെനൻസ് കാലറി. നിങ്ങളുടെ ബോഡി ആ ഒരു സസ്റ്റെയിൻ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ കഴിക്കേണ്ട കാലറിയാണ് മെയിൻ്റെനൻസ് കാലറി. ഇഫ് യു ആർ ഒബേസ്, നിങ്ങൾ ഒരു ഓവർ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ താഴെ കമ്മിയായിട്ട് കഴിക്കണം. അതായത് ഇപ്പോൾ ഒരു 2000 കാലറിയാണ് നിങ്ങൾക്ക് മെയിൻ്റെനൻസ് കാലറി എങ്കിൽ നിങ്ങളൊരു 1800 ആ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കണം. ഒരു 200-300 കാലറി കട്ട് ചെയ്ത് താഴോട്ട് നിങ്ങൾ കഴിച്ചു തുടങ്ങണം. അങ്ങനെ കഴിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള, ബിക്കോസ് ഒരു മെയിൻ്റെനൻസ് കാലറി ബോഡിക്ക് കിട്ടാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലുള്ള കാലറി ഇല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള എനർജി പതിയെ യൂട്ടിലൈസ് തുടങ്ങും. ഇതിവിടെ ഇനി ഇൻഡെപ്തായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഫാറ്റ് ഉണ്ട്, ആൽഫ ഫാറ്റ്, ബീറ്റ ഫാറ്റ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പം എക്സ്ട്രീം കട്ടിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഞാൻ പറയുന്ന ഒരു ഹെൽത്തി ഫിസിക്ക്, നിങ്ങൾ യു ആർ ഓക്കെ വിത്ത് ഇറ്റ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഓക്കെ, ഞാനൊരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീറ്റീവ് ലെവലിലേക്കൊന്നും ഞാനിതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു ഫാറ്റായിട്ട് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ട് തോന്നുന്ന ഒരാളെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു 1 ഗ്രാം പ്രോട്ടീനകത്ത് എത്ര കാലറി ഉണ്ടെന്ന്. 1 ഗ്രാം പ്രോട്ടീനകത്ത് നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് 4 കാലറിയാണുള്ളത്. ഫാറ്റിനകത്ത് 9 കാലറി, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനകത്ത് 9 കാലറി, 4 കാലറി. ഇങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അറിയണം നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്രത്തോളം കാലറി കണ്ടെയ്ൻ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്ലേറ്റ് ചോറ് എടുക്കുകയാണ്. ഒരു പ്ലേറ്റ് ചോറ് എടുക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതിനകത്ത് ഇല്ലാത്തതെന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഉണ്ട്, നെഗ്ലജിബിൾ എമൗണ്ടിൽ പ്രോട്ടീനും ഉണ്ട്, ഫാറ്റും ഉണ്ട്, പക്ഷേ നെഗ്ലജിബിളാണ്. ഓക്കെ, അപ്പം നെഗ്ലജിബിളാണ്. അപ്പം അതിനെ പണിഷ് ചെയ്യാൻ, അതിനെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീനുള്ള എന്തെങ്കിലും എഗ്ഗ് കഴിക്കാം, മീറ്റ് കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിക്കാം. ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നുള്ളതുണ്ട്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി വരുമ്പോൾ നിങ്ങൾക്കൊരു 2000 കാലറി ആയിരിക്കണം നിങ്ങൾ കഴിക്കുന്നതും. അതിന് കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടുകയും വേണം. കാർബ്, പ്രോട്ടീൻ, ഫാറ്റ്. ഇപ്പോൾ ഇത്ര മെയിനായിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസും കുറേ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയാനിരുന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോഴൊന്നും തീരത്തില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ ബോഡി ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്ത് തുടങ്ങണം. അങ്ങനെ ഒരു മെയിൻ്റെനൻസ് കാലറിയിൽ നിന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എക്സ്ട്രീം ഡയറ്റിലേക്ക് അല്ലെങ്കിൽ ഡയറ്റിലേക്ക് തന്നെ ഇറങ്ങാവും. നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയ്ക്കാനാണെങ്കിലോ നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂട്ടാനാണെങ്കിലോ മസിൽ ബിൽഡ് ചെയ്യാനാണെങ്കിലോ പവർ ലിഫ്റ്റിങ്ങിനാണെങ്കിലോ എന്തിനാണെങ്കിൽ പോലും മെയിൻ്റെനൻസ് കാലറിയിൽ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് കൊടുത്ത് തുടങ്ങണം. എന്നിട്ട് ശേഷം മാത്രമാണ് നമ്മളിതിനെ ഒരു എക്സ്ട്രീം ലെവൽ ഡയറ്റിലേക്കൊക്കെ എത്തിക്കത്തുള്ളൂ. ഇനി ഇതിവിടെ വെച്ചാൽ നിർത്തുകയാണ്. എന്താണ് ഒരു പ്രോപ്പർ ഡയറ്റ്, നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ലൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ കോമഡി ആയിട്ട് തോന്നും. ഇതിനകത്ത് മനസ്സിലാവുന്നവർക്ക് ഇത് ഡീപ്പായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറ്റ് എന്ന് പറയുന്ന സംഭവം ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ജിം എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും വർക്കൗട്ട് പ്ലാൻ എടുക്കാനൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആൾക്കാർ ലിറ്ററലി ഭയങ്കര കുറവാണ്. നമ്മൾ ട്രേഡിങ്ങിൻ്റെ കാര്യം പറയുന്ന പോലെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ട്രേഡിങ് പഠിക്കാനും ചെയ്യാനും. പക്ഷേ ഒരു സെറ്റപ്പ് കിട്ടിയെങ്കിൽ തന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി ഡിസിപ്ലിൻഡ് ആയിട്ട് റിസ്ക് റിവാർഡ് ഫോളോ അപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടാണെന്നല്ല, ആൾക്കാർക്ക് ആ ഒരു ഏരിയയിലാണ് ഇട്ടച്ച് പോകുന്നത്. സെയിം സംഭവം തന്നെയാണ് ഡയറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. ഇത് പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടും എനിക്ക് നല്ല രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഫിറ്റ്നസ്സും അതേപോലെ തന്നെ ട്രേഡിങ്ങും. ഇനി എങ്ങനെ ഒരു നല്ലൊരു ഡയറ്റ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ട്രേഡിങ്ങിൽ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ക്രാഷ് ഡയറ്റാണ് നിങ്ങളെടുത്ത്, നിങ്ങൾ ഫുൾ ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. ഒബ്വിയസ്ലി യു വിൽ ഫീൽ ലേസി, നിങ്ങൾ വല്ലാത്ത രീതിയിൽ തന്നെ ഒരു നോട്ട് ഫീൽ ഗുഡ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഹോർമോൺ കറക്റ്റ് അല്ല, നിങ്ങളുടെ ആക്ടിവിറ്റി ലെവലില്ല, നിങ്ങൾക്ക് ലേസി ആയിരിക്കും, നിങ്ങൾക്ക് ഒരു എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫീഡ് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ബോഡിയോട്ട് കൊടുക്കാതിരിക്കും. ബോഡി അതേപോലെ തന്നെ റിയാക്ട് ചെയ്യും.
പക്ഷേ അതേസമയം നിങ്ങളുടെ ബോഡിയെ അറിഞ്ഞ് എന്താണ് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ കറക്റ്റ് രീതിയിൽ മനസ്സിലാക്കി കൊടുത്തെന്ന് നിങ്ങൾ ഒരു ആഴ്ച ചെയ്ത് നോക്കുക, അതിൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയ, നിങ്ങളുടെ ഉള്ളിലുള്ള വയറ്റിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയ നിങ്ങളെ താങ്ക് ചെയ്യും. ബിക്കോസ് അതാണ് നിങ്ങളാക്കി നിർത്തുന്ന ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയ ആണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ ഫീഡ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കുക. വേണ്ട കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗട്ട് ബാക്ടീരിയയ്ക്ക് വേണ്ട കാര്യങ്ങളെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, ആ രീതിയിൽ നിങ്ങളുടെ ഹോർമോണും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് രീതിയാവും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആവാനും എല്ലാം സാധിക്കും. ബിക്കോസ് ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എല്ലാം ഫിറ്റ്നസ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓക്കെ നിങ്ങളൊരു ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ബട്ട് യു ആർ സ്റ്റിൽ മേക്കിംഗ് ഹെൽ ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് മാർക്കറ്റ്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ഫ്ലെക്സ് എന്ന് പറയുന്നത് ആ മണി മാത്രമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ബിഗസ്റ്റ് ഫ്ലെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ആയിരിക്കും. ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലംബോർഗിനി എങ്ങനെയും കിട്ടാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് കിട്ടാം. നിങ്ങളുടെ എഫേർട്ട് മാത്രം ആകണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ബോഡി ഉള്ളത്, ഫിസിക് ഉള്ളത് നിങ്ങളുടെ മാത്രം എഫേർട്ടാണ്, നിങ്ങളുടെ കഷ്ടപ്പാടാണ്, നിങ്ങളുടെ ഡിസിപ്ലിനാണ്, നിങ്ങളുടെ കൺസിസ്റ്റൻസി മാത്രമാണ് അതിനകത്ത് കാണുന്നത്. ഒരു മനുഷ്യർക്ക് നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ അംബാനിയുടെ മോൻ്റെ കല്യാണം നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ആരെയും എൻഫോഴ്സ് ചെയ്ത് പറയല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്. ആളെ പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്ര മണിയുണ്ട്, ഇത്രയും ഉണ്ട്, പക്ഷേ അത്ര ഹെൽത്തി അല്ല ആൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, ബോഡി ഡിസ്മോർഫിയ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സ്വന്തമായിട്ട് തോന്നേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തതും എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള എൻ്റെ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുടെ ഒരു കുറച്ച് ശതമാനം മാത്രമാണ് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് നിങ്ങൾ വാട്ട് യു ആർ കൺസ്യൂമിങ് ദാറ്റ് യു വിൽ ബിക്കം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഈ ഷുഗറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ലെവൽ മനസ്സിലാവും. നിങ്ങൾ ഷുഗർ കട്ട് ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഈ ജങ്ക് ഫുഡ് എന്നുള്ളൊരു സംഭവം. പിന്നെ വേറൊരു കാര്യം, ചീത്ത ഫുഡ് അതേപോലെ നല്ല ഫുഡ് എന്നുള്ളൊരു സംഭവമില്ല. അണ്ടിൽ അത് നിങ്ങളുടെ ഒരു മെയിൻ്റെനൻസ് കാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി കാലറി ഇൻടേക്കിലേക്ക് നിങ്ങൾ മേജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലീൻ ഡയറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു ലൈഫ് സ്റ്റൈലാണ്. ഒരിക്കലും നിങ്ങൾ നാളെ മുതലൊക്കെ ഞാനൊരു ഡയറ്റ് എവിടെ നിന്നും എനിക്ക് കിട്ടി അത് ഞാൻ പക്കയായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഞാനൊരു പക്ക ഡിസിപ്ലിൻഡ് ഡയറ്റ് കൊണ്ടുവരാം, അങ്ങനെ പറ്റത്തില്ല. കാര്യം വെച്ചാൽ നമ്മളെല്ലാം ഹ്യൂമൻസാണ്, നമുക്കെല്ലാം ക്രേവിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, നമുക്കെല്ലാം ഈ സാധനമൊക്കെ ഉള്ളതാണ്. ഈ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഹ്യൂമൻ ബീനാണ്, അല്ലെങ്കിൽ ജീവനുള്ളൊരു സംഭവമാണ് നമ്മൾ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് എടുക്കാനായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കിപ്പം പഫ്സ് കഴിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പൊറോട്ടയും ബീഫും കഴിക്കണം, ഇതെല്ലാം കഴിക്കുക. ഇതെല്ലാം കഴിച്ചുകൊണ്ട് ഒരു ഹെൽത്തി ഡയറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഡയറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കഴിക്കുന്ന എന്താണ്, എത്ര കാലറി ഇൻടേക്കാണ് നിങ്ങൾ ഒരു ദിവസം എടുക്കുന്നത് എന്നുള്ള രീതി നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിനെ ഒരിക്കലും വലിയൊരു ഡ്രാസ്റ്റിക് ലെവലിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തിഫൈ മീ, മൈ ഫിറ്റ്നസ് പാൽ എന്നൊക്കെ പറയുന്ന പല ആപ്ലിക്കേഷൻസും ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര കാലറിയാണ് ഒരു ദിവസം കഴിക്കുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ ഇറ്റ്സ് വെരി സിമ്പിൾ. ബട്ട് സ്റ്റിൽ നമുക്കതൊരു അപ്രോക്സ് ആണ് കിട്ടുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് അവിടെ കിട്ടത്തുള്ളെങ്കിൽ പോലും ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നിങ്ങൾ സീറോ ഡയറ്റ്, നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ നിങ്ങൾ ഡയറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ട്രാക്ക് ചെയ്യാതെ ഫുഡ് കഴിച്ച ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു 1 വീക്ക് 1 മന്ത് നിങ്ങൾ ട്രാക്ക് ചെയ്ത് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുണ്ടാകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻറ്റ് ലെവൽ, നിങ്ങൾക്കുണ്ടാകുന്ന ഫീൽ ഗുഡ്, അതെനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഫീൽ ചെയ്യണം. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതൊരു എന്താണ് പറയുന്നത്, അതൊരു പേഴ്സണാണ്, അത് ആ ഒരാൾക്ക് കിട്ടുന്നൊരു സംഭവമാണ്. ആ ഒരാൾക്ക് ഇത് ഓക്കെയാണ് എന്ന് തോന്നുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പല സെറ്റപ്പ് വഴി കറങ്ങിപ്പോയി തിരിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ സെറ്റപ്പ് കിട്ടി, നിങ്ങൾ അതിൽ പ്രോഫിറ്റബിൾ ആകുമ്പോൾ കിട്ടുന്ന ഒരു സെയിം ഇതില്ലേ, അത് തന്നെയാണിത്. ഇത് പലർക്കും പല രീതിയിലാണ്. ഇപ്പം എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ ബ്രദറിനുള്ള മെയിൻ്റെനൻസ് കാലറി അല്ലായിരിക്കും നിങ്ങൾക്കുള്ള മെയിൻ്റെനൻസ് കാലറി. നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ ഡിഫറെൻ്റ് ആണ്, ആളുടെ ആക്ടിവിറ്റി ലെവൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഭയങ്കര വലിയൊരു കാര്യമാണ്. ഓക്കെ, സോ സെറ്റിങ് യുവർ ഗോൾ, അതായത് ഇപ്പം
ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേ എന്നുള്ള ഡേയോ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ചിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു 100 കിലോ ഉള്ള ആൾക്കാർ 30 കിലോ 2-3 മാസം കൊണ്ട് കുറയ്ക്കുന്നതൊക്കെ. ഞാൻ നോക്കിയിട്ട് അത് അത്ര ഹെൽത്തി വേയിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അത്യാവശ്യം ഒബീസായിട്ടുള്ള ആളായിരുന്നു. അത്യാവശ്യം ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് ബോഡി ഫാറ്റ് നല്ല രീതിയിൽ കുറച്ച് അവിടെ നിന്ന് ഒരു ലീൻ ബൾക്കിങ്ങിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇനി എന്നെപ്പറ്റി ഞാൻ ലാസ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. ഞാനൊരു പവർ ലിഫ്റ്ററാണ്. ഞാനൊരു ബേസിക് ലെവലിൽ നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിച്ച് മാർക്കറ്റിൽ നിന്ന് പോലും ജിമ്മിലേക്ക് പോയൊരു മനുഷ്യനാണ്. അവിടെ ഒരു നോളജും ഇല്ലാതെ കുറേ ക്രാപ്പിലെല്ലാം പോയി പെട്ട് ക്രാഷ് ഡയറ്റ് എടുത്ത് എൻ്റെ ഹോർമോൺ, എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ എന്നൊക്കെ പറയുന്ന സാധനം ഇല്ലാത്തൊരു ലെവലിലേക്ക് വരെ ഞാൻ എത്തിയതാണ്. ഈവൻ എനിക്ക് ഉറക്കമില്ല, ആ ലെവൽ വരെ ഞാൻ എത്തിയതായിരുന്നു. ജസ്റ്റ് എനിക്കൊരു നേരത്തെ ഫുഡ് കഴിച്ചില്ല ഞാൻ കറങ്ങി വീഴുന്ന ലെവലിലേക്ക് വരെ എത്തി. ബിക്കോസ് അത്രത്തോളം ക്രാഷ് ഡയറ്റിൽ അത്രത്തോളം ഞാൻ ലോ കട്ടിലേക്ക് വരെ പോയി. അത്രത്തോളം കാറ്റബോളിക് സ്റ്റേജിൽ എൻ്റെ ബോഡി ഞാൻ കൊണ്ടിട്ടായിരുന്നു. അവിടെ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതിങ്ങനെയൊന്നും അല്ല ഈ സംഭവം. ഇതിന് സയൻറ്റിഫിക്കായിട്ട് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഒരു റോഡ് പ്ലാൻ ഇല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ബോഡിയെ ഞാൻ കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായതിനൊക്കെ മുതൽ ഐ സ്റ്റാർട്ടഡ് ഫോളോയിങ് മൈ ട്രേഡിംഗ് പ്ലാൻ, അല്ല മൈ ഡയറ്റ് പ്ലാൻ. ദെൻ ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. പതിയെ നോളജുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. പതിയെ നോളജ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ PDF ഓരോ കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി. ഓരോ വീഡിയോസ് കാണാൻ തുടങ്ങി. ഓരോ ബ്ലോഗ് വായിക്കാൻ തുടങ്ങി. നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ ക്യോറ പോലുള്ള സൈറ്റിൽ എൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ജെഫ് നിപ്പേർഡ് ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഫിറ്റ്നസ്സിനെ റിലേറ്റഡ്. പക്ഷേ ഇത് ഡയറ്റിനെ റിലേറ്റഡ് അധികം ആൾ പറയുന്നില്ലെങ്കിൽ പോലും പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വർക്കൗട്ട് റുട്ടീനും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് എൻഫോഴ്സ് ചെയ്ത് പറയാനുള്ളത്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഡയറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കൺക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? TD കാൽക്കുലേറ്റർ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് യൂസ് ചെയ്തിട്ട് മെയിൻ്റെനൻസ് കാലറി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ മെയിൻ്റെനൻസ് കാലറിക്ക് അനുസരിച്ചുള്ള ഫുഡ് കഴിക്കുക. ഇതിനകത്ത് പ്രോട്ടീൻ ഇത്ര % കഴിക്കണം, അതേപോലെ തന്നെ ഫാറ്റ് ഇത്ര % കഴിക്കണം, അതേപോലെ കാർബ് ഇത്ര % കഴിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിനിയും ഫ്രൂട്ട്സ്, വെജിറ്റബിൾ അതെല്ലാം കഴിക്കണ്ടേ, നമ്മൾ സപ്ലിമെൻറ്റ്സ് ചെയ്യണ്ടേ, ഇതിനെപ്പറ്റിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വരും സമയത്തൊക്കെ വേണമെങ്കിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത്രത്തോളം ആൾക്കാർക്ക് വേണമെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ആൾക്കാർ ചിന്തിക്കാതെ ഈ ഒരു ട്രേഡിംഗ് ചാനൽ എന്ത് ഈ ഒരു വീഡിയോ വരുന്നത് എന്ന് ചിന്തിക്കുക ആൾക്കാർ. പക്ഷേ ഇത് എത്രത്തോളം ഒരാളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് ചെയ്തവർക്ക് മാത്രമേ അതറിയത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മോസ്റ്റ്ലി നല്ലൊരു പ്രൊഫഷണൽ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ട്രേഡറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഒരു നല്ലൊരു ട്രേഡറിനെ. ബിക്കോസ് ഈവൻ ICT തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹി വാസ് വെരി ഗുഡ് അറ്റ് ജിം, ബെഞ്ച് പ്രസ്. ആളുടെ ബോഡിയെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എവരിതിങ് അത് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് പോയി എടുത്ത് നോക്കിയാൽ മതി. ഫാക്റ്റ് എന്നോ എന്തോ പറയുന്നതിനകത്ത് ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആളിങ്ങനെ പറയുന്നുണ്ട്. സോ എല്ലാത്തിനും ഏറ്റവും കോറെന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ കൊടുക്കുന്ന ഫ്യൂവലാണ്. നമ്മൾ എത്തും വേണ്ടി കാലറി കഴിക്കുന്നു. ഇതെല്ലാം ഞാൻ പക്കാ ബ്രീഫ്ലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇതിനെപ്പറ്റി ഇൻഡെപ്തിലേക്ക് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ അത്രയും ഇൻഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. പിന്നെ അത്രയും പറയുന്നുള്ളൂ. എനിവേ, താങ്ക് യു.